ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. വോട്ട് വണ്ടിയാൻ ഓത്തുപള്ളി എന്ന ജനകീയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കാളികാവ് പഞ്ചായത്തിലെ 20-ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. കാണാം. ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. നമ്മളെന്നുള്ളത് കാളികാവ് പഞ്ചായത്തിലെ 20-ാം വാർഡിലെ സ്ഥാനാർത്ഥി ജിൻഷാദിനൊപ്പമാണ്. കാളികാവിലെ എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായ ജിൻഷാദാണ്. സ്വാഗതം. ഓക്കെ, താങ്ക് യു. ജിൻഷാദ് യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യമാണ്. ഈ ചെറിയ പ്രായത്തിൽ പാർട്ടിയിൽ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. വാർഡിൽ തന്നെ ചിലപ്പോൾ വലിയ കോൺഗ്രസ് നേതാക്കളൊക്കെ ഉണ്ടാവും. അവിടെ നിന്നാണ് ജിൻഷാദ് ഈ ചെറുപ്രായത്തിൽ ഒരു സ്ഥാനാർത്ഥിയാവുന്നത്. എന്ത് തോന്നുന്നു പാർട്ടിയിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ? ഞാൻ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ, യുവത്വത്തിന്റെ കാലത്ത് തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ, നമ്മുടെയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും നമ്മളൊരു സമയം നോക്കിയിട്ടല്ല, ജനങ്ങൾക്ക് എപ്പോഴൊക്കെ ആവശ്യങ്ങൾ ഉണ്ടോ ആ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവിടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. ആ ദൗത്യം ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട്, യൂത്ത് കെയറിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കോവിഡ് കാലത്തൊക്കെ നമ്മൾ 24 മണിക്കൂറും പ്രവർത്തിച്ച് ഫുൾ ടൈം വർക്കിലായിരുന്നു. KSU കാലത്തുണ്ടായിരുന്നു. കോളേജിൽ തിരുവാലി സ്കൂളിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ തന്നെ KSU കാലത്ത് തന്നെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ജിൻഷാദ് വളരെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വരുമ്പോഴും SIR നിന്ന് പിടിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മൾ സ്ഥാനാർത്ഥി അല്ലെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എപ്പോൾ ഒഴുകിയിരിക്കും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരുപാട് ഒട്ടനവധി പ്രശ്നങ്ങളിലാണ് നമ്മൾ ഓരോ ദിവസം ഓടി നടക്കുന്നത്. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അതിന്റെ പ്രവർത്തനങ്ങളുണ്ട്. കൂടെ തന്നെ SIR ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ജനങ്ങൾക്ക് വളരെയധികം ആശങ്കകളാണ് ഇപ്പോൾ. ഈ SIR ഫോം ഫില്ല് ചെയ്യാത്തത് കൊണ്ട് അവരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുമോ, അല്ലെങ്കിൽ ഇവർ ജനിച്ച നാട്ടിൽ ഒന്നുമല്ലാതാകുമോ എന്നുള്ളതൊക്കെ ഒരു പേടി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഏത് സമയത്തും ചെയ്തു കൊടുക്കാൻ സന്നദ്ധനായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരുപാട് സൗഹൃദ വലയങ്ങളുള്ള ഒരാളാണ് ജിൻഷാദ്. ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാം സെലിബ്രിറ്റികളൊക്കെ അവരോടൊക്കെയുള്ള ബന്ധം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ കുറച്ചു കാലം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ടില്ല. നിങ്ങളെ എതിർ സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനാണ്. ആദ്യം നിങ്ങളെ സ്ഥാനാർത്ഥിയാണോ അതോ LDFന്റെ സ്ഥാനാർത്ഥിയാണോ പ്രഖ്യാപിച്ചത്? ആദ്യം LDFന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അവർക്ക് ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടൊരു യൂത്തിനെ തന്നെ കോൺഗ്രസ് നിർത്തി. യൂത്ത് നിർത്തി എന്നുള്ളതല്ല, നമ്മുടെ ഒരു സർവേ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഒരു സർവേ നമ്മുടെ വാർഡിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലക്കാണ് ഈ ഒരു കാളികാവ് പഞ്ചായത്തിൽ ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ചെറിയ കാൽനട ജാഥയായി നിങ്ങളെ വാർഡിലെ 2 സ്ഥാനാർത്ഥികളും വരികയുണ്ടായി. അപ്പം നാട് വളരെ ഒരു ആവേശത്തോടെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വളരെ പ്രതീക്ഷയിലാണ്. ഇപ്പൊ നമുക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് കാണാൻ കഴിയുന്നത് വെച്ചാല്, എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ പുറത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ അത്യധികം സന്തോഷമുണ്ട്. കാരണം ജനങ്ങൾ ഒന്നടങ്കം നമ്മുടെ കൂടെ ഈ വാർഡിൽ ഞങ്ങൾ കണ്ട്, അതുപോലെ തന്നെ കാളികാവിലെയും പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അവർ നമ്മളെ കൂടെ കൂടിയതാണ്. വലിയ ഒരു നേതാവാണെങ്കിൽ ചിലപ്പോൾ ചെറുപ്പക്കാരെ കിട്ടാതെ വരും ഒപ്പം നടക്കാൻ. ഇത് ചെറുപ്പക്കാരനായതുകൊണ്ട് ചെറുപ്പക്കാരുടെയും വലിയവരുടെയും പിന്തുണ ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. നിങ്ങൾ ഫീൽഡ് വർക്കിൽ ഉണ്ടാവില്ലേ? ഫീൽഡ് വർക്കിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് 100% ആത്മസംതൃപ്തിയാണ്. കാരണം ഒരുപാട് പ്രായമായ ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ യുവാക്കള്, യുവതികള്, അവർക്കൊക്കെ ജോലി സാധ്യതകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നതോടുകൂടി അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. അവരുടെ കൂടെ എല്ലാ കാലത്തും അവരോടൊപ്പം ഒരാളായി ഉണ്ടാവും എന്നുള്ള വിശ്വാസം. യുവാവായ കാൻഡിഡേറ്റ് ആണ്. അപ്പോ ഒരു അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കപ്പുറം നിങ്ങളെ ജനവിധി തേടി തെരഞ്ഞെടുത്താൽ നിങ്ങളെ കൺസെപ്റ്റിൽ എന്തെങ്കിലും ഒരു പുതിയ തലമുറകൾക്ക്? തീർച്ചയായും യുവതലമുറക്ക് ഉതകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ യുവ കൂട്ടായ്മകൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളടക്കം കളിസ്ഥലങ്ങളടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബശ്രീ കൂട്ടായ്മ, അയൽക്കൂട്ടം പദ്ധതിയിലൂടെയൊക്കെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാളികാവ് പഞ്ചായത്തിൽ നിങ്ങളൊരു ക്ലബിന്റെ ഭാരവാഹി കൂടിയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചൊരു ക്ലബ്ബാണ്. അപ്പോൾ കാളികാവിന്റെ സ്പോർട്സ് പരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് ചെത്തുകടവ് സ്റ്റേഡിയം ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ അതിനെ ഇനി വരുന്ന ഒരു ഭരണസമിതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ്, ക്ലബിൻ്റെ കീഴിലുള്ള ഒരു പ്രവർത്തകരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കൺസെപ്റ്റ്? തീർച്ചയായിട്ടും കാളികാവിലെ ചെത്തുകടവ് മൈതാനം എന്നൊക്കെ പറഞ്ഞാൽ മൈതാനം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം കാളികാവിലൊക്കെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് സ്പോർട്സ് പരമായിട്ടൊക്കെ അവർ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ ആ സ്റ്റേഡിയം നിർമ്മിക്കുന്നതോട് കഴിയും. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വണ്ടൂർ MLA അദ്ദേഹത്തോട് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് MP പ്രിയങ്ക ഗാന്ധി പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ കാളികാവ് പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ കാളികാവിനെ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തന്നെ. നിങ്ങളും ഒരേ പ്രായക്കാരാണ്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ടാളുകളാണ്. കാളികാവ് പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ വേരുള്ള ഒരു മണ്ണാണ് നിങ്ങളെ വാർഡ്. അപ്പോൾ അതിന് ചെറിയ ഭയവും കാര്യങ്ങളൊന്നുമില്ല, വളരെ സൗഹാർദ്ദപരമായിട്ട് നേരിടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം CPM എന്ന പാർട്ടിയല്ല, നമ്മൾ പൊതുജനങ്ങളിലേക്ക് ആയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവരുമായി അടുത്തിടപഴകുന്നു, അവരുമായി ഉള്ള ഓരോ പ്രവർത്തനങ്ങളിൽ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു പാർട്ടിന്റെ ഒരു തടസ്സങ്ങളോ പാർട്ടി വ്യത്യാസങ്ങളോ ചിഹ്നങ്ങളോ കൊടികളുടെ വ്യത്യാസങ്ങളോ ഇല്ലാതെ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വലിയൊരു പാർട്ടി എന്നുള്ള നിലക്കുള്ള യാതൊരു ഭയവും നമ്മുടെ മനസ്സിൽ ഇതുവരെ ഇല്ല. ഏറ്റവും ജനവിധി എന്തു തന്നെയായാലും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും സന്നദ്ധ സേവന പ്രവർത്തനമാണ് ഞാൻ. അത് ജനവിധി എന്ത് തന്നെയായാലും അവർക്കൊപ്പം എല്ലാ കാലത്തും അവർക്ക് വേണ്ട സഹായങ്ങളുമായി നാടിനൊപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വോട്ടർമാരെ കാണുന്നിടക്ക് അവർ പറഞ്ഞ ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ, അതിനൊക്കെ പരിഹാരം എന്നുള്ള നിലക്ക് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. ഓക്കെ.